പിന്നെ കൂട്ടുകൂടുന്നു, ബന്ധങ്ങൾ ഉണ്ടാക്കുന്നു, അത് വളർത്തുകയും ചെയ്യുന്നതാണ്. സുഖം നൽകുന്നു, സുഖം പ്രാപ്തമാക്കുകയും ചെയ്യുന്നു. സ്വന്തം ദുഃഖത്തെ അങ്ങനെ കുറയ്ക്കുന്നതാണ്. പക്ഷെ ഒരു കാര്യം മനസ്സിലാക്കുന്നില്ല, സ്വന്തമായി ആരാണുള്ളത്, അന്യർ ആരാണെന്ന്. സുഖനിമിഷങ്ങളിൽ മാത്രം നിങ്ങളോടൊപ്പം ഉള്ളവരല്ല നിങ്ങൾക്ക് സ്വന്തമായിട്ടുള്ളത്. സ്വന്തമായുള്ളത് അവരാണ്. ആ ദുഃഖത്തിന്റെ നിമിഷങ്ങളിൽ ആദ്യം മുതൽ അവസാനം വരെ നിങ്ങളുടെ കൂടെ നിൽക്കുന്നവർ. ഓർമ്മിച്ചുകൊള്ളൂ, സുഖനിമിഷങ്ങളിൽ നിങ്ങളുടെ കൂടെ നിൽക്കുന്നവർ അത് ഉറപ്പായും നിങ്ങൾ ആഗ്രഹിക്കുന്നവരാണ്. പക്ഷെ ദുഃഖത്തിന്റെ ആ നിമിഷങ്ങളിൽ, സമസ്യകളിൽ, വേദനകളിൽ, ഒറ്റപ്പെടലിൽ നിങ്ങളോടൊപ്പം നിൽക്കുന്ന, നിങ്ങൾക്ക് കൂട്ടായി നിൽക്കുന്നവർ ആരാണോ അവരാണ് നിങ്ങളെ നിശ്ചയമായും ആഗ്രഹിക്കുന്നത്. ഇനി ആരെയാണോ സ്വന്തമായി കാണേണ്ടതെന്നും അന്യനായി കാണേണ്ടതെന്നും തീരുമാനിക്കേണ്ടത് നിങ്ങൾ തന്നെയാണ്. രാധേ രാധേ.